നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വണ്ടി വന്നിട്ട് ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് ആണ്. അതിൽ കമ്പനി വരുന്ന സ്റ്റീരിയോയിൽ യൂട്യൂബും കാര്യങ്ങളൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലെങ്ങനെ യൂട്യൂബ് പ്ലേ ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ചെറിയ 2 ടിപ്സേ ഉള്ളൂ. ആദ്യം പറയാം, ആൻഡ്രോയിഡ് 15ഉം 16ഉം വേർഷൻ ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റൂ. ചെറിയ പഴയ ഫോണിൽ പറ്റില്ല. ഇപ്പോൾ പുതിയ ഫോണൊക്കെ ഉള്ളവർക്ക് നമ്മൾ വലിയ പൈസയും കൊടുത്ത് ആൻഡ്രോയിഡ് സെറ്റ് ഒന്നും റീപ്ലേസ് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ യൂട്യൂബൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയാണ്, ലാഗും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പിന്നെ കമൻറ്റിൽ പറയാം. ഇതിപ്പോൾ എൻ്റെ ഫോണിൽ എൻ്റെ വണ്ടിയിലെ സിസ്റ്റമായിട്ട് കണക്റ്റാണ് ഫോണ്, ആൻഡ്രോയിഡ് ഓട്ടോ. അപ്പോൾ പിന്നെ ഞാനിത് ഒന്നും കൂടി കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ആൻഡ്രോയിഡ് ഓട്ടോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റഡ് ആണ് എൻ്റെ ഫോണിൽ. ഓൾറെഡി ഞാൻ ഇതൊക്കെ കണക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഓട്ടോൻ്റെ സെറ്റിങ്സ് വരും. അത് നമ്മൾ മേലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ഓട്ടോൻ്റെ സെറ്റിങ്സിലേക്ക് ഡയറക്റ്റ് പോകും. അപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് പിന്നെ വേർഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലിക്ക് ചെയ്യുക. വേർഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു 5 പ്രാവശ്യം ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഡെവലപ്പർ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഓണാവും. അപ്പോൾ എൻ്റെ ഓൾറെഡി ഓണാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. അപ്പം ആ മേലത്തെ 3 ഡോട്ട് എടുത്താൽ ഡെവലപ്പർ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഡെവലപ്പർ മോഡ്, ആപ്ലിക്കേഷൻ മോഡ് വന്നിട്ട് ഡെവലപ്പർ ആക്കുക. അതുപോലെ തന്നെ താഴെ അൺനോൺ സോഴ്സ് ഉണ്ടാവും, അതും ടിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോയിലെ സെറ്റിങ്സിലെ പണി കഴിഞ്ഞു, ഇനിയൊന്നുമില്ല. അതിനുശേഷം പിന്നെ നമ്മൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ എ ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് സെർച്ച് ചെയ്യുക. അപ്പം അത് സെർച്ച് ചെയ്താൽ തന്നെ ഫസ്റ്റ് വരും, എ ബ്രൗസർ വരും. അതിൽ താഴെ സ്ക്രോൾ ചെയ്താൽ എ ബ്രൗസറിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ, അത് 2.0 എന്നുള്ള ലേറ്റസ്റ്റ് വേർഷൻ വരും. അതിൽ താഴെ പോയിട്ട് അതിൽ ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്താൽ നമ്മുടെ ഫോണിൽ എ ബ്രൗസർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഓൺ ചെയ്താൽ, ഞാനത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓൺ ചെയ്തിട്ട് അത് നമ്മൾ ഗൂഗിൾ പോലെ തന്നെയാണ്, അതിൽ തന്നെ ഒരു ഗൂഗിൾ സെർച്ചൊക്കെ കാണിക്കും. അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് ഗൂഗിൾ സെർച്ചിൽ യൂട്യൂബ് എന്ന് അടിച്ചാൽ അതിൽ ഫസ്റ്റ് യൂട്യൂബ് വരും. നമ്മൾ ഗൂഗിൾ എങ്ങനെയാണ് അതുപോലെയാണ് ഈ എ ബ്രൗസർ, ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ സെയിം. പിന്നെ നമ്മളെ ആൻഡ്രോയിഡ് ഓട്ടോ എടുക്കുക. കണ്ടോ, ആൻഡ്രോയിഡ് ഓട്ടോയിൽ ഈ എ ബ്രൗസർ അതിൽ കാണിക്കും, ഈ ആപ്ലിക്കേഷൻ അവിടെ കാണിക്കും. എ ബ്രൗസർ ഓൺ ചെയ്യുക. ഓൺ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് യൂട്യൂബിലേക്കാണ് പോയത്, ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ബ്രൗസർ ഓൺ ചെയ്താൽ നമ്മൾ ഗൂഗിൾ സെർച്ച് പോലെ കാണിക്കും. അതിൽ യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് യൂട്യൂബ് വരും. അപ്പോൾ യൂട്യൂബ് വന്നാൽ അതിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു മെയിൽ ID കൊടുത്തിട്ട് നമ്മുടെ ID ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി ഫോണിലുണ്ടാവുമല്ലോ, അത് ചെയ്താലും മതി. അതിന് ശേഷം കണ്ടോ, യൂട്യൂബ് നല്ല അടിപൊളിയായിട്ട് യൂട്യൂബ് വരുന്നുണ്ട്. നമുക്ക് സോങ്സ് കേൾക്കുമോ, എന്ത് വേണമെങ്കിലും യൂട്യൂബിൽ ചെയ്യാം. അപ്പോൾ ഇത് ചില ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഒരു ലാഗും ഇല്ലാണ്ട് യൂട്യൂബ് പ്ലേ ആകുന്നുണ്ട്, ഫുൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് നെറ്റ്വർക്കിന് ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കുറച്ച് സ്ലോ ആകുന്നത്. പക്ഷേ ലാഗും കാര്യങ്ങളൊന്നുമില്ല, സ്ലോയും ഇല്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ കമ്പനി തരുന്ന സിസ്റ്റത്തിൽ തന്നെ നമുക്ക് യൂട്യൂബ് പ്ലേ ചെയ്യാൻ പറ്റും, ഒരു തേർഡ് പാർട്ടി ആപ്പിൻ്റെ സഹായത്താൽ, എ ബ്രൗസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ സഹായത്താൽ മാത്രം. പിന്നെ ഞാനിത് ആദ്യമേ പറഞ്ഞതാണ്, ആൻഡ്രോയിഡ് ഓട്ടോ യൂസ് ചെയ്യുന്ന പേർക്ക് മാത്രമേ ഇതുള്ളൂ. ആപ്പിൾ കാർപ്ലേയിൽ ഇത് പറ്റില്ല. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ യൂസ് ചെയ്യുന്നവരിൽ പുതിയ ഫോണുള്ളവർ, അതായത് ആൻഡ്രോയിഡ് വേർഷൻ 15ഉം 16 ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റും. എൻ്റെ 11 വേർഷനുള്ള ഫോണിൽ പറ്റുന്നില്ല. അപ്പോൾ 15ഉം 16ഉള്ള വേർഷനിലുള്ളവർക്ക് മാത്രമേ ഇത് പറ്റുന്നുള്ളൂ. ഡൗൺലോഡ് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ചെറിയ ആൻഡ്രോയിഡ് ഓട്ടോൻ്റെ സെറ്റിങ്സിൽ 2 മാറ്റങ്ങൾ വരുത്തുക. അതുപോലെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. സുഖമായിട്ട് യൂട്യൂബ് വർക്ക് ചെയ്യാം, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.